ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുടെ എല്ലാം കിഴിക്കാത്തതിന്റെ കിഴിയിലേക്ക് പോവാം. ഇന്നും മത്സരമല്ല, ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ, ബേബി ജോൺ. വലിയ പ്രതീക്ഷയോടെ വന്ന സിനിമയാണ് ബേബി ജോൺ. വരുൺ ധവാൻ സൂപ്പർ സ്റ്റാർ ആകും എന്നുള്ള ആ ഒരു സ്വപ്നമായി തന്നെ നിൽക്കുന്നു. അടുത്ത സിനിമ വരെ വെയിറ്റ് ചെയ്യണം. അതെ, എന്തായാലും വലിയ പ്രതീക്ഷ നൽകാത്ത രീതിയിലാണ് ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. 3 ദിവസം കൊണ്ട് 18.75 CR ആണ് നേടിയത് എന്നുള്ളതാണ് കേൾക്കുന്നത്. പിന്നെ ഇതിൽ കാമ്യം ഉണ്ടായിരുന്നു നമ്മുടെ സൽമാൻ ഖാൻ പോലും വന്നിട്ട് പോലും ഒന്നും സംഭവിച്ചില്ല. അത് മറ്റൊരു കാര്യം. ഓക്കെ, എന്തായാലും സൽമാൻ ഖാൻ്റെ ഫോട്ടോ വെച്ചിട്ട് ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട് വരുൺ ധവാൻ. ഇതേ ഫോട്ടോ അപ്പോൾ റിവീൽ ചെയ്തു ഒഫീഷ്യലായിട്ട്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സിനിമേൻ്റെ OTT റിലീസ് ഹോട്ട്സ്റ്റാറിൽ. ഓക്കെ, അത് ജനുവരി 3-ന്. ജനുവരി 3-ന്. ഓക്കെ, ഇത് ഭയങ്കരമായിട്ട് ഇന്റർനാഷണൽ ലെവൽ വരെ ചർച്ചയായ സിനിമ കേട്ടോ. ചർച്ച ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, OTT വരട്ടെ. ദിവ്യപ്രഭ പിന്നെ കനി കുസൃതി ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് കേട്ടോ. അടുത്തത് ഐഡന്റിറ്റി സിനിമയുടെ കർണാടക തമിഴ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ നേടിയിരിക്കുന്നത് ദേവി കമ്പൈൻസ് ഇവരാണ്. സിനിമ റിലീസിനെത്തുന്നത് 2-ാം തീയതി. ഇനി ആകെ 3 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. 3 അല്ല 4 ദിവസം. എന്തായാലും അതിൻ്റെ ഒരു 5 ദിവസത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീരം, കിഡിലൻ ലുക്ക് ടോവിനോ. അടുത്തത് വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അടിപൊളി. വിപിൻ ദാസ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അനശ്വര രാജൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. സിനിമ പാക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി ഒറ്റക്കൊമ്പൻ. കാത്തിരുന്ന മുതലെത്തി ഒറ്റക്കൊമ്പൻ. നമ്മുടെ സുരേഷ് ഗോപി ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തുന്നു. ഒറ്റക്കൊമ്പൻ സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ട് തുടങ്ങി. പൂജ സ്റ്റിൽസ്. ഒറ്റക്കൊമ്പൻ മാത്യു തോമസ് ആണ് കേട്ടോ, പുതുമുഖ സംവിധായകനാണ്. ആളാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതിനു മുൻപ് പല സംവിധായകർ മാറി പോയതാട്ടോ. എത്ര കാലമായി അനൗൺസ് ചെയ്തിട്ടില്ലേ. അത് ഈ ഒറ്റക്കൊമ്പനായിട്ടേ നമ്മൾ ഈ ക്യാരക്ടർ കടുവാക്കുന്നൽ കുറവാച്ചനായിട്ട് നമ്മുടെ പൃഥ്വിരാജിന് പകരം നമ്മൾ ശരിക്കും നമ്മൾ ആഗ്രഹിച്ചിരുന്നത് സുരേഷ് ഗോപിനെ തന്നെയായിരുന്നു. ഞാൻ അതിൻ്റെ ഇടയിൽ കടു വന്നത്. കാരണം ആ ഒരു എടുപ്പും അതൊക്കെ കിട്ടണമെങ്കിൽ അത് സുരേഷ് ഗോപി തന്നെ വരണം. ഇനിയിപ്പോ കടുവ മോശം എന്നല്ല കേട്ടോ, അത് പൃഥ്വിരാജ് ചെയ്തപ്പം അത് വേറൊരു വേർഷൻ ആയെന്ന് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും അതേ കഥ മറ്റൊരു വേർഷനിൽ വേറെ ആളെ വെച്ച് സിനിമ വരുന്നു, എന്നിട്ടും അതിന് അതേ എക്സൈറ്റ്മെന്റ്. തീർച്ചയായിട്ടും ചില്ലറ കാര്യമാണോ. അടുത്തത് മാർക്കോ സിനിമയുടെ ഹിന്ദി വേർഷൻ എക്സ്ട്രാ 140 ഷോയാണ് ഇന്നലെ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി. പിന്നെ ഇവരുടെ കളക്ഷനും വന്നിട്ടുണ്ട്. 7 ദിവസം കൊണ്ട് 50 കോടി. അതെ, ശരിക്കും ആയത് ഇപ്പോഴാണ്. അതെ, അതായത് അതിന് മുൻപ് അവർ ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു 5 ദിവസം കൊണ്ട്. പക്ഷെ അതായിരുന്നില്ല, ശരിക്കും 7 ദിവസം കൊണ്ടാണ് 50 കോടി അടിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്ന ടീം പറഞ്ഞിട്ടുള്ളത് അടുത്ത ആഴ്ച 500+ സ്ക്രീനിലേക്ക് കൂട്ടും, അതായത് ഷോസ് കൂട്ടും. അത്രയും നല്ല അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ വർക്കായി എന്നാണ് പറഞ്ഞത്. അതെ, അത് ഓരോരുത്തരെ, അതായത് ഏത് റിവ്യൂ ഇട്ട് കഴിഞ്ഞാലും അത് ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഒന്നും വേണ്ട, അല്ലാതെ തന്നെ റീച്ച് ഇല്ലാത്ത വീഡിയോ ചാനലിൽ പോലും റീച്ച് ആവുന്നു വീഡിയോസ് മാർക്കോൻ്റെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇമ്പാക്ട് തന്നെ. ഇവിടെ ഇരുന്നിട്ട് മലയാളികൾ നോക്കുക എന്താ അവന്മാര് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് വ്യൂസ് അങ്ങനെ അടിച്ച് കാണുന്ന ഇവിടെ ഇരുന്നിട്ടാണ്. അതിൽ ത്രില്ലുണ്ട്. ഞാൻ തന്നെ എത്ര നോക്കിയെന്ന് അറിയാം, കാരണം എന്താണ് അവരുടെ അഭിപ്രായം എന്ന് അറിയാൻ വേണ്ടിട്ട്. അതെ, ഓക്കെ. ഗെയിം ചേഞ്ചർ ശങ്കർ സംവിധാനം ചെയ്ത് നമ്മുടെ രാംചരൺ നായകനാവുന്ന സിനിമയാണ്. രാംചരൻ്റെ അടുത്ത് വരാനിരിക്കുന്ന സിനിമയാണ്. സിനിമ റിലീസിനെത്തുന്നത് ജനുവരി 10-ന്. ഓക്കെ, കോമ്പറ്റീഷനാണേ. ജനുവരി 10-ന് 2 സിനിമ ഉണ്ട്. വിടാമുയർച്ചയുണ്ട്, ഗെയിം ചേഞ്ചറും ഉണ്ട്. അതെ, ഞാൻ ഇതിന് പോകണം. ഇതിന് തന്നെ പോയിക്കോ. അയ്യോ, ഞാൻ ഗെയിം ചേഞ്ചർ ഞാൻ കണ്ടോളാം. ഓക്കെ, അപ്പോൾ അതിലൊരു തീരുമാനമായി. പിന്നെ ഓക്കെ, ഗെയിം ചേഞ്ചർ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer ഇതുവരെ എത്തിയിട്ടില്ല. അത് വരാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം ഒരുത്തൻ കരഞ്ഞ്, ഇതുകൊണ്ടല്ല ഞാൻ കോമഡി ആയിട്ട് പറഞ്ഞാണേ, സാധ്യത ഉണ്ടെന്നുള്ളത്. ഒരുത്തൻ കരഞ്ഞ്, അതായത് മെഴുകിയിട്ടുണ്ട്, ഒരു കത്ത് എഴുതിയിട്ടുണ്ട്, ഓപ്പൺ കത്ത്. എന്താണെന്നറിയോ, സൂയിസൈഡ് ലെറ്ററാണ് എഴുതിയിരിക്കുന്നത്. ഉടനടി ഇതിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് എന്തെങ്കിലും തന്നിട്ടില്ലെങ്കിൽ ഞാൻ ചത്ത് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ജനുവരി 4-ന് പ്രീ റിലീസ് ഇവന്റ് നടക്കുന്നുണ്ട്. അന്ന് ഇതിന്റെ ഒഫീഷ്യൽ ട്രailer വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. ശരിക്കും ശങ്കറപ്പുറത്ത് ഇരുന്നിട്ട് ഓ ശരിക്കും അങ്ങനെയല്ല, ആ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോഴേ ആണോ എന്നാ അത് തീരുമാനമായിട്ട് അതിന് ശേഷം ഇറക്കിയത്.
അല്ലെങ്കിൽ ശരിക്കും 30-ാം തീയതി വരുന്നുള്ള ഒരു റൂമറൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ശങ്കർ മനസ്സ് വിചാരിച്ചിട്ടുണ്ടാവും, നീ ഇപ്പൊ ആത്മഹത്യ ഒന്നും ചെയ്യണ്ട, സിനിമ റിലീസ് ചെയ്യുമ്പോ നീ തന്നെ ചത്തോളൂ. എന്താടാ അപ്പൊ നേരത്തെ നീ നിനക്കിട്ട് തെരഞ്ഞെടുത്ത് എന്നെ നിനക്കിട്ട് തന്നത് തൊട്ടെത്തിട്ടാണോ എന്നെ കൊല്ലാൻ പറഞ്ഞിട്ട്? ഏതാണെങ്കിലും ശങ്കരോട്ടിനെ നമ്മൾ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട്. അത് വിമർശിക്കുന്നതിനുള്ള സാധനം തരട്ടേന്ന് അത്രേ ഉള്ളൂ. സാധനം മാറ്റി പറയേ, അപ്പം ഉറപ്പായിട്ട് മാറ്റി പറഞ്ഞിരിക്കും. കാരണം നമ്മളിപ്പോ ഉണ്ണിമുതന്റെ കാര്യം എടുക്കാം, എത്ര ആൾക്കാർക്കായിരുന്നു ഇഷ്ടമല്ലാത്തത്. പിന്നെ നമ്മൾ പിന്നെ അന്നേ കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ ഇഷ്ടമല്ലാത്തവരൊക്കെ ഇപ്പോ ഉണ്ണിമുതൻ ഫാനായി മാറി. അത് സാധനം നല്ലത് പ്രേക്ഷകർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പ്രേക്ഷകർ ഈ പറഞ്ഞതൊക്കെ, ഇപ്പം ശങ്കറിന്റെ ഇപ്പൊ വരാൻ പോണ ഗെയിം ചേഞ്ചർ ഗംഭീര സിനിമയാണെങ്കിൽ ആ ഇന്ത്യൻ 2-നെ ഒക്കെ അങ്ങ് വിടും. പിന്നെ അതിനകത്ത് ആരും മൈൻഡ് ചെയ്യാൻ നിൽക്കില്ല. പിന്നെ ഫുൾ വാഴ്ത്തി പാടലായിരിക്കും. അതത്രേ ഉള്ളൂ. അതിപ്പോ നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ഉള്ളൂ. അടുത്തത് ലാലേട്ടൻ ജിത്തു ജോസഫ് മൂവി. ആശീർവാദ് സിനിമാസിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ നേര് 2 ആണോ എന്നുള്ളൊരു ഡൗട്ട്. തികച്ച റൂമറുകളാണ്. അതായത് നേര് 2-ന്റെ എന്താ പറയാ വക്കീല് മറ്റൊരു അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. വേറൊരു കഥ. കൊള്ളാം. ആ ക്യാരക്ടറിന് വെച്ചാൽ എത്ര സിനിമ ചെയ്യാൻ പറ്റും. അതിപ്പോ ഇഷ്ടം പോലെ വരുന്ന കേസ് മാത്രം മതി സിനിമ പോവാൻ. അതെ, പുതിയ കേസ് മാത്രം മതി. അതെ, അതാണെങ്കിൽ എഴുത്തുകാർക്ക് നന്നായിട്ട് അറിയും ചെയ്യും. സിമ്പിൾ ആയിട്ട്. ശാന്തി മായാദേവി അല്ലേ? മായ ശാന്തി ദേവിയാണോ? അല്ലല്ലോ, ശാന്തി മായാദേവി. ആ കറക്റ്റ് അല്ലേ? ഓക്കെ. അടുത്ത കിഴി രാമായണ സിനിമയിൽ രാവണായിട്ട് നമ്മുടെ യശാണ് വരുന്നത്. യശിന്റെ പ്രതിഫലം കേട്ട് ഞെട്ടിപ്പോയി. രാമൻ പോലും ഞെട്ടിന്ന്. രാവണ നീ വില്ലനടേ, ഞാനാണ് നായകൻ. അപ്പിപ്പുറത്തുനിന്ന് രാവണനെ നിന്റെ ഹനുമാൻ തകർത്തതേ എന്റെ ഒരു രാജ്യമാണ്, അതിനുള്ള പൈസ എനിക്കിവിടെ വേണ്ട. അതെ, അതായത് 200 കോടിയാണ് ആൾക്ക് പ്രതിഫലം എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് എന്റെ ലങ്ക തരണമെങ്കിൽ അതിനുള്ള പൈസ വെക്കണമെന്ന് തമാശക്ക് പറയുന്നതാണ് കേട്ടോ. അതൊന്ന് സീരിയസ് ആക്കി നിങ്ങൾ കൊണ്ടുപോകരുതേ. നമ്മള് ആ ഒരു വൈബിലങ്ങ് പോകും പറയുന്നു. അടുത്തത് അല്ല, സംഭവം ശരിയല്ലേ? നായകനോട് രൺബീർ കപൂർ അല്ലേ? അതെ. വില്ലൻ അതിനേക്കാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണോ? വില്ലൻ അതിന് മാത്രം ഉണ്ട്. അതാണ് ആ വളർച്ച. മൂഡ് മാറ്റി തരണോ? വേണ്ട. നായിക സായി പല്ലവിയ ബ്ലഷ് ചെയ്യുന്നത് ഞാന് വേണ്ടായിരുന്നു. ആ വൈബ് പോയല്ലോ ദൈവം. ഞാനൊരു ചളി വൈബിലിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന വൈബ് ഫുള്ള് റൊമാൻസ് ആയിരിക്കും. അടുത്തത് മാർക്കോ 2. റൊമാൻസ് ഇല്ല കേട്ടോ. റൊമാൻസിനുള്ള ടൈം തരൂലെന്ന്. വയലൻസാ. എന്താണെങ്കിലും ഹനീഫ് അദൈനി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് മാർക്കോ 2 തീർച്ചയായിട്ടും ഉണ്ടാവും. ഒഫീഷ്യൽ കൺഫർമേഷൻ. അതും ഒരു വയലൻസ് മൂവി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇന്നലെ ഒരു കിഴി എപ്പിസോഡ് ഉണ്ടായിരുന്നു, അതിൻ്റെ ക്യാപ്ഷൻ ഇതായിരുന്നു, അതായത് മാർക്കോ 2 സംഭവിക്കും. അപ്പോൾ ഒരു മെസ്സേജ് എവിടെ പറഞ്ഞു, ആര് പറഞ്ഞു, ഞങ്ങൾ വെറുതെ തള്ളി വിടുകയാണെന്നൊക്കെ അന്ന് തന്നെ, അതായത് ഇന്നലെ തന്നെ ആളുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഹനീഫ് അദൈനിയുടെ ഇന്റർവ്യൂ ആള് സംഭവിച്ചിരിക്കും. അത് മാത്രമല്ല, ഇപ്പോൾ വന്നതുപോലെയല്ല, വേറെ ലെവലിൽ അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്നത്, വലിയ സ്കെയിലില്. ഇനിയൊരു സിനിമ പിന്നെ മാർക്കോ 2 എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. അതെ, മാർക്കോ 2 വരുമ്പോഴേ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിന്റെ ഒരു ഹൈപ്പ് എന്തായിരിക്കും. ഇനി ആരും പറഞ്ഞു വെക്കണ്ടല്ലോ ഹൈപ്പ്. ആൾറെഡി ഹൈപ്പ് കയറി നിൽക്കുന്ന മാർക്കോ സിനിമയുടെ 2ാം ഭാഗം. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെന്റ്. വരട്ടങ്ങട്ട് തകർക്കാം. ഓക്കെ, അടുത്ത കിഴി ബാരോസ്. ഇതെന്താ പറയുള്ളത്? ഇത് കണ്ടിട്ട് നമ്മുടെ മേജർ രവി കരഞ്ഞതാണോ? മേജർ രവി പൊരിഞ്ഞ കരച്ചിലാന്ന് പറഞ്ഞു കേട്ടോ. ഇത്രയും കഴിവുള്ള ഒരാളായിരുന്നു ലാലേട്ടൻ എന്നുള്ളത് തിരിച്ചറിഞ്ഞില്ല എന്നൊക്കെ. ഡയറക്ഷന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ആലോചിക്കണേ, പേരൻപ് സിനിമ അല്ലേ, അതിന് നാഷണൽ അവാർഡ് കിട്ടാതിരിക്കാൻ കാരണം അതിനൊരു ലാഗ് ഇന്റർവെല്ലിന് ശേഷം എവിടെയോ എന്ന് പറഞ്ഞ ആളാണ് ബാരോസ് വേറെ ലെവൽ എന്ന് പറയുന്നത്. ഇയാളൊക്കെ അല്ലെങ്കിൽ തന്നെ ചിന്തിച്ചു നോക്കാവുന്ന കാര്യമുള്ളൂ. ചെറിയ കുട്ടികൾ വരെ വന്നിട്ട് ചീത്ത വിളിച്ചിട്ടാ പോണത്. സത്യം. ഒരു കുട്ടി പറഞ്ഞ ഡയലോഗുണ്ട്, ഫസ്റ്റ് ഹാഫ് ഉറക്കം വന്നു, സെക്കൻഡ് ഹാഫിൽ ഞാൻ ഉറങ്ങിപ്പോയി.
വേറൊരു കുട്ടീന്റെ ഒരു ഇതിൽ കണ്ടു, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കുട്ടി എന്ത് ഇതായിട്ട് പറയണേന്ന് അറിയാം. സംഭവം കുട്ടികളൊക്കെ വളർന്നത് എവിടെ ഏത് ലെവലിൽ വളർന്നിട്ടുണ്ടെന്ന് അറിയാം. ലാലേട്ടൻ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടന്റെ പോലത്തെ കുട്ടികളിയാണ് ഈ കുട്ടികൾക്കുള്ളതെന്നാണ്. അല്ല ലാലേട്ടാ, വിട്ടുപോയി കയ്യിൽ നിന്ന് കഴിഞ്ഞ്. അടുത്തത് MMMN മമ്മൂക്കേന്റെ പുതിയൊരു പിക്ക് പുറത്തു വന്നിട്ടുണ്ട്. അസർബൈജാൻ തന്നെ. തണുപ്പുണ്ട്, നല്ല തണുപ്പാ. ജാക്കറ്റൊക്കെ ഇട്ട് ചുള്ളനായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, എന്തായാലും അതൊരു സംഭവമായി തന്നെ വരാനുള്ള ഒരു സിനിമയാണ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? അതെ. യെലോൺ ഇതൊക്കെ ഇപ്പൊ അതിനെ ഉൾപ്പെടുത്താൻ എന്താടാ കാരണം? എന്താടാ ഈ സമയത്ത്? അല്ലടാ, ഞാന് അത് എഴുതിയിട്ട മനഃപൂർവ്വം എഴുതിയിട്ട് തന്നെ. ഇത് അന്ന് എഴുതിയിട്ട സാധനം അതില് ഉൾപ്പെടുന്നാണോ? അല്ല, എവിടെയെങ്കിലും കുടുങ്ങിക്കിടന്ന പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ശരി, എന്താണ് അത് നമ്മളിപ്പോ തൊട്ട് മുന്നത്തെ കീഴില് പറഞ്ഞില്ലേ മേജർ രവിന്റെ കാര്യം പറഞ്ഞു. എന്നാ ആന്റണി പെരുമ്പാവൂർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവരുടെ ടീമിന്റെ പ്രതിരോധത്തിന്റെയും പിന്നെ അതിന്റെ ഒരു കഷ്ടപ്പാടിന്റെയും അതിന്റെ ഒരു പ്രതീകമാണ് എലോൺ എന്ന് പറഞ്ഞ സിനിമ. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവം എന്താ അറിയോ? എന്തുകൊണ്ടാണ് ലാലേട്ടന്റെ സിനിമകള് എല്ലാം എന്താ പറയാ ഒരേ രീതിയിലും ഒരേ കോലത്തിലും അങ്ങനെ വന്ന് അങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത്? അത് ആ ചുറ്റും നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ. ഇത് സംഭവിച്ചു പൊട്ടി, അതൊക്കെ എന്തോ ആവട്ടെ. ഇനി നമ്മൾ പുതിയ കാര്യത്തിലേക്ക് കടന്നു. നമ്മുടെ മനസ്സ് നമ്മൾ മറച്ചു കഴിഞ്ഞു. അത് ഭാരതത്തിന്റെ ഈ പരാജയത്തിലൂടെ നമ്മളിതെല്ലാം മറന്ന് ഇനി അങ്ങോട്ട് പുതിയൊരു മേച്ചിൽപ്പുറം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നല്ലൊരു പച്ചപ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇത് ഓർമ്മിപ്പിക്കാൻ വല്ല കാര്യം ഉണ്ടായിരുന്നു? അല്ല, ഞാൻ ഓർമ്മിപ്പിച്ചല്ല, ഇവര് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഓർമ്മിപ്പിച്ചത്. അതെന്നെ പറഞ്ഞത്. എലോണൊക്കെ എന്തിനാ ഓർമ്മിപ്പിക്കണേ? എടാ, എനിക്ക് പിന്നെ നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇവര് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്ക. നമ്മള് മറ്റേ ബാറോ സിനിമേന്റെ റിവ്യൂ പറയാൻ നേരത്തും പറഞ്ഞു, ഇത് ലാലേട്ടനോട് ആരൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാലേട്ട, നിങ്ങൾ ഇത് ചെയ്ത സൂപ്പറായി, നിങ്ങൾ തന്നെ പാടണം, നിങ്ങൾ പാടിയാൽ സൂപ്പർ ആവുള്ളൂ. ആ പറച്ചിൽ കൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെയായി പോകുന്നതാണ് നമുക്ക് തോന്നുന്നത്. ഇനി വരാൻ പോകുന്ന സിനിമകൾ നോക്കിക്കോ. പേടിക്കേണ്ട കാര്യമാണ്. എന്താണെന്നറിയോ, ഇപ്പോഴും ഇവരിത് അക്സെപ്റ്റ് ചെയ്തില്ല. അതൊരു പരാജയമാണെന്നുള്ളത്. പരാജയം വന്നതല്ലല്ലോ, അതിനപ്പുറം ഒരു വേറെ സംഭവം ഉണ്ടല്ലോ അതില്. അങ്ങനെ സിനിമയെ സംഭവിക്കാൻ പാടില്ല ശരിക്കും. സത്യം. അതൊക്കെ ഇതിന്റെ പ്രതീകമാണെന്നൊക്കെ പറയുമ്പോഴേ ഭീകരം. അത് ചിലപ്പോൾ ഞാൻ അടുത്ത് നീ അടുത്ത് എന്നിട്ട് ഞാനാണല്ലോ പ്രസംഗിച്ചത്. ഇന്ന് ഏറ്റുവാങ്ങുന്നത് നല്ല ഏറ്റുവാങ്ങലായിരിക്കും. അല്ല, കാര്യം പറയണല്ലോ. അതിന് എത്ര കിട്ടിയാലും നമ്മൾ പറയാനുള്ളത് പറയും. അതത്ര തന്നെ ഉള്ളൂ. എന്തല്ലേ സത്യമാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാണ്ട് നമ്മൾ പറയുന്നതിനകത്ത് നിങ്ങൾ അങ്ങനെ പറയണ്ടെന്നൊക്കെ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. എന്ത് സിനിമയല്ലേ. അടുത്തത് വിടാമുയർച്ചി സിനിമേന്റെ ഫസ്റ്റ് സിംഗിള് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോൺ എടുത്തിട്ടില്ല കേട്ടോ. എന്തിനാണ്? ഒരു സംഭവം കാണിക്കാണ്ടായിരുന്നു. അതാ വിടാമുയർച്ചി. ഞാൻ ഒരു മിനിറ്റ് ഞാൻ എടുത്തിട്ട് വരാം. ഇവിടെ കാണിച്ചു കൊടുത്താൽ മതി. അത് പറ്റില്ലേ, കട്ട് ചെയ്യണ്ട. എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരുന്നോ? ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും. എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ അതും കൂടി ആകുമ്പോ എന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പെട്ടെന്ന് വാ. അത് സാരില്ല, അത് സാരല്ല. എന്നോ നിനക്ക് കണ്ടന്റ് കിട്ടാത്താണെങ്കിൽ ഞാൻ ഒരു കണ്ടന്റ് തരാം. പറഞ്ഞേ. പുഷ്പ 2 ദൈവമേ, ഭോജ്പുരി മൂവിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കൂ. എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളത് അന്നേ പറഞ്ഞു കഴിഞ്ഞാ. ഓക്കെ, ഞാൻ എന്തായാലും സീരിയസ് ആവാം. സംഭവം നമ്മുടെ വിടാമുയർച്ചി സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ടായിരുന്നു. ഗംഭീര സാധനമാണ്, ഒരു സംശയം കാര്യത്തിലില്ല കേട്ടോ. വെറൈറ്റിയാണ്, ഒരു പ്രത്യേക തരം ബീറ്റാണ്. അടുത്ത ട്രെൻഡ് ഷുവറാണ്. അല്ലെങ്കിലും ഈ അനിരുദ്ധിന്റെ സോങ്ങുകളൊക്കെ ട്രെൻഡായിരിക്കും. അത് വേറെ സത്യം. ഫസ്റ്റ് വരുമ്പോൾ തന്നെ അതൊരു ഗംഭീര സാധനമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതെ, ഫീൽ ചെയ്യുന്ന മാത്രമല്ല ഗംഭീര സാധനമായിരിക്കും. പിന്നെ ഒരു 1-2 പ്രാവശ്യമൊക്കെ കേട്ട് കഴിയുമ്പോഴാണ് അവിടെ കേട്ടിട്ടുണ്ടല്ലോ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ തോന്നുക. അതെന്തോ അതിനകത്ത് എന്തോ ഒരു മാജിക് ഉണ്ട് കേട്ടോ. ഒരു മാജിക്കില്ല. മാജിക് എന്ന് പറഞ്ഞാ കൺകെട്ട്. ചെവി കെട്ടാൻ നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും കണ്ടുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു. കാണിച്ചു തരാം 2 സംഭവം. ഒന്ന് ഇതാണ്. ഏതാ ചെറുക്കൻ്റെ ആറ്റിറ്റ്യൂഡ്? പാട്ട് പറയും. ഇതൊക്കെയാണോ
എന്തെങ്കിലും സാമ്യത ഉണ്ടോ അല്ലേ? ശ്രദ്ധിച്ചാ മതി, ഒന്ന് സൂക്ഷിച്ചു നോക്കി. ശ്രദ്ധിക്കണ്ട അമ്മാനെ, കക്കുമ്പോ ശ്രദ്ധിക്കണ്ട അമ്മാനെ. കക്കുന്നതിനല്ലേ ഒരു മര്യാദ ഒക്കെ അല്ലേ? ഏതായാലും കൊള്ളാം. ഇത് ഞങ്ങൾ റിയാക്ഷൻ ചെയ്യാൻ ശ്രമിച്ചതാണ്. കോപ്പിറൈറ്റ് എങ്ങനെ ഞങ്ങള് മൊത്തം സൗണ്ട് എന്ത് ചെയ്തു, മ്യൂട്ട് ആക്കിയിട്ടു. എന്നിട്ട് റിയാക്ഷൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഉറപ്പായിട്ട് ഇത് ചെയ്യുമെന്നുള്ള രീതിയിൽ. കാരണം നമ്മളെല്ലാം ചെയ്യുന്നതാണ്, അപ്പോൾ അതിൻ്റെതായ പണി കിട്ടും ഇത് ചെയ്തിട്ടില്ലെങ്കിൽ. എന്താ നിങ്ങൾ അജിത്തിനെ അവോയ്ഡ് ചെയ്യാന്നൊക്കെ തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. പക്ഷെ അതിനൊക്കെ ബ്ലോക്കാണ്. എന്ത് ചെയ്യാം? അപ്പം ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് വേറെ നിവർത്തിയില്ല. എന്താണെങ്കിലും ഇനി ഇത് കേൾക്കുന്നവർക്ക് ചിലർക്ക് ഇത് ഇലുമിനാറ്റി ആയിട്ട് ഫീൽ ചെയ്യും, ചിലർക്ക് ഇത് മനസ്സിലായോ എന്ന് തോന്നും. എല്ലാ സാധനവും കിട്ടും. അതെ, അത് ഓരോരുത്തർ ഏത് സോങ് ആണ് ഇഷ്ടപ്പെട്ട് വെച്ചിരിക്കുന്നത്, ആ സോങ്ങാണ് പിടിച്ചേക്കുന്നത്. ഇത് ഏതെങ്കിലുമൊക്കെ ഓരോ ഏരിയകളിൽ എത്തുമ്പോൾ ഓരോന്ന് ഫീൽ ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും, മനസ്സിലായോ അതുപോലെ മനസ്സിലായോ തന്നെ ഇട്ടിട്ടുണ്ട്. നോക്കോ, പോലീസാണല്ലേ ഇത് കഴിഞ്ഞ ആഴ്ച ഉള്ളതാണല്ലോ അല്ലേ? ദേവര സിനിമയുടെ സോങ് വന്നിട്ടുണ്ടായിരുന്നു അന്നൂറല്ലേ? ദേവര സോങ്ങിന്റെ ഫിയർ സോങ്ങിലെ കറക്റ്റ് നമ്മുടെ അത് എത്ര സിനിമ ഇതേപോലെ തന്നെ കുറെ സോങ്ങുകളായിരുന്നു. എന്താണെങ്കിലും എന്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സോങ് ഒരു പോക്കും പോകും. ഇതെന്തായാലും അജിത്തിന് ഈ അടുത്ത് കിട്ടതിൽ ഏറ്റവും ബെസ്റ്റ് ആട്ടോ. അതെ, കാരണം അങ്ങനത്തെ അത് കിഡിലും വൈബ്, ആള് ഫുൾ എനർജറ്റിക് ആയിട്ട് കിഡിലും ഡാൻസ് കളിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റ് സാധനമാണ്. അടിപൊളിയായിട്ട്, സൂപ്പറായിട്ട്. ഓക്കെ, അടുത്ത കിഴി പോന്നോട്ടെ. സിക്കന്ദർ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളതിന് ഇരുന്നു. പക്ഷേ ആ സമയത്ത് അവർ അനൗൺസ് ചെയ്തു, അതായത് സംഭവം വരില്ല, നാളെ വരുള്ളൂ. പക്ഷെ ഇന്നലെ വന്നത് 11 മണിക്ക് എന്നായിരുന്നു അല്ലേ? 11:07. ഇന്ന് 11 മണിക്ക് വരുമെന്നുള്ളതായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അത് പിന്നെയും മാറ്റിയിട്ടുണ്ട്. 4:05 ഇതിൻ്റെ ഒഫീഷ്യൽ ടീസർ വരുന്നത്. ഓക്കെ, ഇനി വല്ലതും ഇനി മാറുമെന്ന് അറിഞ്ഞൂടാ, ആ സമയത്ത് നോക്കാത്തോ. അടുത്തത് കഴിഞ്ഞല്ലേ എന്ന് സ്വന്തം പുണ്യാളൻ നോക്കാം എന്ന് സ്വന്തം പുണ്യാളൻ സിനിമയുടെ ട്രെയിലർ ഇന്ന് 7 മണിക്ക്. ഓക്കെ, ടീസർ നല്ല രസമുള്ള ടീസറൊക്കെ വന്നായിരുന്നു കേട്ടോ. അതെ, എന്താണെങ്കിലും റിലീസിന് എത്തുന്നത് 10-ാം തീയതി, ജനുവരി 10. ഓക്കെ, അർജുൻ അശോകൻ, അനശ്വര രാജൻ, പിന്നെ ബാലു വർഗീസ്. എന്താണെങ്കിലും കാത്തിരിക്കാം. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ്. എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. മനസ്സിലായോ? സിക്കന്ദറിന്റെ റിയാക്ഷൻ ഇട്ട് വരാം. ഇല്ലമ്മിനാണ്ടി അമ്പാനെ അല്ലേ?